ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡിലൻ മോപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല വെയിറ്റ് കുറഞ്ഞ നല്ല അടിപൊളി മോപ്പാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിരിണ്ട നമ്മൾ 7up ഒക്കെ വാങ്ങിക്കുന്ന ബോട്ടിൽ ഉണ്ടല്ലോ, 1 ലിറ്ററിന്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിതാ ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിന്റെ ഈ നടുഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു കോല് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ആ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഇത് ഹോളാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ആ മോപ്പിൻ്റെ ഒരു കോലുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അളവിനാണ് ഞാനിവിടെ റൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിലായിട്ട് ഇനി നമുക്ക് ഈ കോലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഹോള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലുതായി പോരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. വലുതായി പോയി കഴിഞ്ഞാൽ ഈ കോല് ഭയങ്കരമായിട്ട് ലൂസാവും, പിന്നെ അതിൽ നിൽക്കില്ല. ഇനി നമുക്കിത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പ്ലാസ്റ്റിക് ഒക്കെ ഒട്ടുന്ന പശയുണ്ടെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, അത് നമുക്കിതിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ പശയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കയറോ അല്ലെങ്കിൽ തുണിയോ വെച്ചിട്ട് ഈ ഒരു സൈഡ് നമ്മുടെ ഈ കോലുണ്ടല്ലോ അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഒരു കെട്ടി കൊടുത്താലും മതിയാകും. അപ്പോൾ എന്നതാ പശ അതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേച്ച് നമുക്കൊരു 5 മിനിറ്റ് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആ പശ അതിലേക്ക് ഒട്ടി വരും. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അത് നല്ലതുപോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് പിടിച്ച് വലിച്ചാലും അത് വരില്ല കേട്ടോ, അത്ര സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടീഷർട്ടാണ്. നമ്മളെ വീട്ടിൽ പഴയത് ഉപയോഗിക്കാത്ത ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഫുൾ കൈ ആയതാണെങ്കിലും കുഴപ്പമില്ല. എടുക്കുമ്പോൾ ഈ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗം കുടുങ്ങിയ ടീഷർട്ട് ഉണ്ടാവില്ല, അതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനിതാ ഇങ്ങനെയുള്ളൊരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. കഴുത്ത് കുടുങ്ങിയതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല അടിപൊളി മോപ്പാണ്. നല്ല ക്ലീനിങ്ങിനൊക്കെ നല്ല പറ്റിയ ഒരു വെയിറ്റും കുറഞ്ഞൊരു മോപ്പാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടും വീട്ടമ്മമാർക്ക് വെയിറ്റ് ഇല്ലാത്തൊരു മോപ്പാണ് ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ലൂസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് അതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒരു പിന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സേഫ്റ്റി പിന്നുകൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു കോല് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടീഷർട്ട് ഒന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. മോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാനിത് വെച്ചിട്ട് നമ്മുടെ കിച്ചണിലൊക്കെ കബോർഡ് ഉണ്ടല്ലോ, അതൊക്കെ തുടയ്ക്കാൻ ഭയങ്കര പാടാണ് അല്ലേ. നമ്മളിതിന്റെ മുകളിലൊക്കെ കയറി എന്നിട്ടൊക്കെ വേണം നമ്മളിതുപോലെ തുടച്ചെടുക്കുമ്പോൾ. അതിൽ സാധാരണ മോപ്പ് വെച്ചിട്ടൊന്നും നമുക്കിതുപോലെ തുടച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മോപ്പ് തയ്യാറാക്കിയിട്ട് ഇതുപോലെ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നമുക്ക് തറ തുടയ്ക്കാനും അതുപോലെ തന്നെയാണ്, വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടീഷർട്ട് ആയതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുരുണ്ടു പോവുകയോ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് തുടയ്ക്കാനും ഒരു പ്രയാസവും ഇല്ല കേട്ടോ. കനവില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തുടച്ചെടുക്കാനും പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ടേബിളാണ് കേട്ടോ. അതായത് നമ്മൾ വലിയ ടേബിള്, നീളമുള്ള ടേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അറ്റത്തൊക്കെ തുടയ്ക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നമ്മൾ മുകളിൽ കയറിയിട്ടൊക്കെ ആയിരിക്കും നമ്മളിത് തുടച്ചെടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ ജനലിലുള്ള പൊടിയൊക്കെ തട്ടാനും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഫാനുകൾ, ഇതൊന്നും നമുക്ക് തുടയ്ക്കാൻ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലൊക്കെ വെച്ച് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ പൊടിയൊക്കെ നീക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.